പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ കുവൈറ്റിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. ഇറാഖിൽ നിന്നും 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്കിടെ ആദ്യമായാണ് കുവൈറ്റിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാഖിൽ നിന്നും വിക്ഷേപിച്ച 2 ഡ്രോണുകൾ വടക്കൻ അതിർത്തി പോസ്റ്റുകളിൽ ആക്രമണം നടത്തിയെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഫൈബർ ഒപ്റ്റിക് വയർ ഘടിപ്പിച്ച ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. 2 ഇടങ്ങളിലായിട്ടാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും എന്നാൽ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തെ ക്രിമിനൽ ആക്രമണമെന്നാണ് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ആക്രമണത്തെ തുടർന്ന് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഏപ്രിൽ 8-ന് അമേരിക്ക ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗൾഫ് മേഖല സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിന്റെ തുടർച്ചയായും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.